നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ മുല്ലക്കലിൽ സ്വർണ്ണ വ്യാപാരശാലയിൽ മോഷണം. ഞായറാഴ്ച പുലർച്ചെ 1:30 സ്വർണ്ണാഭരണശാലയുടെ ഓടിളക്കി അകത്തു കടന്നാണ് മോഷ്ടാവ് മോഷണം നടത്തിയത്. 8 കിലോഗ്രാം വെള്ളി ആഭരണങ്ങളും സ്വർണം പൊതിഞ്ഞ 6 ലക്ഷം രൂപയോളം വില വരുന്ന ആഭരണങ്ങളുമാണ് മോഷ്ടാവ് കൊണ്ടുപോയത്. ആലപ്പുഴ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ മണ്ഡലം ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ലാഭകരമായി സർവീസ് നടത്താവുന്ന റൂട്ടുകളിൽ ബസ് സർവീസ് ആരംഭിക്കുമെന്നും ജനകീയ സദസ്സിൽ തീരുമാനം. പി ചിത്തരഞ്ജൻ MLA ജനകീയ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇസഡ്എസ് ഹെൽമെറ്റ്സ് കോ എന്ന പേരിൽ ആലപ്പുഴ വലികുളം ജംഗ്ഷന് സമീപം ഹെൽമെറ്റുകളുടെ വിശാലമായ ശേഖരവുമായി സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ നടത്തിയ ചടങ്ങ് മുൻ MP അഡ്വക്കേറ്റ് എ മാരിഫ് ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിലുള്ള പച്ചക്കറി കച്ചവടത്തിന് തുടക്കമായി. റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നീർക്കുന്ന മേഖലാ കമ്മിറ്റിയാണ് കിറ്റിൽ നിറച്ച പച്ചക്കറി കച്ചവടം ആരംഭിച്ചത്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. പ്രയുക്തി എന്ന പേരിൽ സംഘടിപ്പിച്ച തൊഴിൽ മേളയിൽ 84ഓളം പേർക്ക് വിവിധ സ്ഥാപനങ്ങളിലായി ജോലി ലഭ്യമായി. അമ്പലപ്പുഴ MLA ചുസലാം തൊഴിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ മുല്ലക്കലിൽ സ്വർണ്ണ വ്യാപാരശാലയിൽ മോഷണം. ഞായറാഴ്ച പുലർച്ചെ 1:30 സ്വർണ്ണാഭരണശാലയുടെ ഓടിളക്കി അകത്തു കടന്നാണ് മോഷണം നടത്തിയത്. 8 കിലോഗ്രാം വെള്ളി ആഭരണങ്ങളും സ്വർണം പൊതിഞ്ഞ 6 ലക്ഷം രൂപയോളം വില വരുന്ന ആഭരണങ്ങളുമാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത്. ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ മുല്ലക്കലിൽ സ്വർണ്ണാഭരണശാലയിൽ മോഷണം. ഞായറാഴ്ച പുലർച്ചെ സ്വർണ്ണാഭരണശാലയുടെ ഓടിളക്കി അകത്തു കടന്ന് മോഷ്ടാവ് 8 കിലോഗ്രാം വെള്ളി ആഭരണങ്ങളും സ്വർണം പൊതിഞ്ഞ 6 ലക്ഷം രൂപയോളം വില വരുന്ന ആഭരണങ്ങളും മോഷ്ടിച്ചു. മുല്ലക്കൽ അമ്മൻകോവിലിന് സമീപം ഗുരു ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. ഏകദേശം 13 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി സ്ഥാപന ഉടമ പറഞ്ഞു. 24-ാം തീയതി രാത്രി 1 മണിക്ക് നമ്മുടെ ജ്വല്ലറിയുടെ മേൽഭാഗം, അതായത് ഓട് ഇട്ട കടയാണ്, അത് മാറ്റിയ ശേഷം ഒരു മോഷ്ടാവ് കടയ്ക്കകത്ത് ഇറങ്ങി കടയുടെ ലോക്കർ തുറന്നിട്ടില്ല. പുറത്തിരുന്ന കുറേ അധികം സാധനങ്ങളുണ്ട്. അതുകൊണ്ട് 8 കിലോളം വെള്ളി, പിന്നെ കുറച്ച് ചെറിയ ചെറിയ കുറേ ആൾക്കാരുടെ ഈ പണയമായിട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്ന ആഭരണങ്ങൾ, പിന്നെ കുറച്ച് ഈ 1 ഗ്രാം ഗോൾഡിന്റെ ഡിസ്പ്ലേ ഐറ്റം, ഈ ഓർണമെന്റ്സ് കല്യാണ പാർട്ടിക്കൊക്കെ ഇടാൻ വേണ്ടി കൊണ്ടുപോകുന്ന സാധനം, അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ മേടിച്ചു വെച്ചിരുന്നു. അപ്പൊ അത് എല്ലാം കൂടെ ഒരു 6 ലക്ഷം രൂപയുടെ സാധനം, മൊത്തം ഏതാണ്ട് ഒരു 13 ലക്ഷം രൂപയുടെ സാധനം നഷ്ടപ്പെട്ടായിട്ട് ഒറ്റ നോട്ടത്തിൽ കാണുന്നു. കടയുടെ പിന്നിലൂടെ മേൽക്കൂരയിൽ കയറി ഓടിളക്കി മോഷ്ടാവ് പ്രവേശിക്കുന്നത് CCTV ദൃശ്യത്തിൽ വ്യക്തമാണ്. മുഖം മൂടി ധരിച്ചിരിക്കുന്നതിനാൽ മുഖം തിരിച്ചറിയാൻ ആയിട്ടില്ല. അലമാരയിൽ വെച്ചിരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത്. സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ലോക്കർ തകർക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. സമീപത്തെ മറ്റൊരു ജ്വല്ലറിയിൽ 3 മാസം മുൻപ് മാല മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി ഇപ്പോൾ ജാമ്യത്തിലാണ്. ഇയാൾ ഉൾപ്പെടെയുള്ള സ്ഥിരം മോഷ്ടാക്കളെയാണ് പോലീസ് സംശയിക്കുന്നത്. മോഷണത്തിന് ശേഷം ഇരുചക്ര വാഹനത്തിൽ ചിലർ പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇരുമ്പ് പാലം വരെ വാഹനം പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചുവെങ്കിലും ഇരുട്ടിൽ വാഹനത്തിന്റെ നമ്പർ വ്യക്തമായിട്ടില്ല. ഞായറാഴ്ച രാവിലെ പതിവ് പോലെ ജീവനക്കാർ സ്ഥാപനം തുറന്നപ്പോഴാണ് സ്ഥാപനത്തിൽ മോഷണം നടന്നതായി മനസ്സിലാക്കിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. അതേസമയം നഗരത്തിൽ വീണ്ടും മോഷണം നടന്നതോടെ ജനങ്ങളും വ്യാപാരികളും ആശങ്കയിലായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നഗരത്തിൽ 1 മാസത്തിനിടെ 4 മോഷണമാണ് നടന്നത്.
മോഷണത്തെ തുടർന്ന് വിവിധ സംഘടനകളുടെ സഹായത്തോടെ CCTV ക്യാമറകൾ മുല്ലക്കൽ തെരുവിൽ സ്ഥാപിച്ചിരുന്നെങ്കിലും പലതും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. പ്രദേശത്തെ റോഡ് പണിയുമായി ബന്ധപ്പെട്ടാണ് പല ക്യാമറകളും പ്രവർത്തനരഹിതമായത്. ക്യാമറകളുടെ കുറവ് കേസുകളുടെ അന്വേഷണത്തെയും വല്ലാതെ ബാധിക്കുന്നുണ്ട്. മോഷണം നടന്ന ജ്വല്ലറിയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാവിന്റെ മുഖം വ്യക്തമല്ലെങ്കിലും ജ്വല്ലറിയും പരിസരവും നന്നായി അറിയുന്ന ആളാണ് മോഷണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. സംഭവ സ്ഥലത്ത് വെള്ളടയാള വിദഗ്ധരെത്തി തെളിവുകൾ ശേഖരിച്ചു. ആലപ്പുഴ നോർത്ത് SHO S സജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ 3 ടീമുകളായി തിരിഞ്ഞ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആലപ്പുഴ DYSP മധു ബാബു, നോർത്ത് SHO S സജീവ് കുമാർ, പ്രിൻസിപ്പൽ SI അനീഷ് കെ ദാസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്ത് എത്തി. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ മണ്ഡലം ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ലാഭകരമായി സർവീസ് നടത്താവുന്ന റൂട്ടുകളിൽ ബസ് സർവീസ് ആരംഭിക്കുമെന്നും ജനകീയ സദസ്സിൽ തീരുമാനമായി. PP ചിത്തരഞ്ജൻ MLA ജനകീയ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ മണ്ഡലത്തിൽ നിലവിൽ സർവീസ് ഇല്ലാത്തതും എന്നാൽ ലാഭകരമായി സർവീസ് നടത്താവുന്നതുമായ റൂട്ടുകളിൽ പുതിയ ബസ് സർവീസ് ആരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ജനകീയ സദസ്സിൽ തീരുമാനമായി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ബസ് സർവീസ് ആരംഭിക്കാനും ചേർത്തലയിൽ നിന്ന് മുഹമ്മ വരെ നിലവിലുള്ള റൂട്ട് മണ്ണഞ്ചേരി വരെ നീട്ടാനും ചേർത്തലയിൽ നിന്ന് വരുന്ന ബസ്സുകൾ നേതാജി വഴി കിഴക്കൻ മേഖലകളിൽ സർവീസ് നടത്താനുമുള്ള നിർദ്ദേശവും സദസ് മുന്നോട്ട് വെച്ചു. സ്റ്റേജ് കാരേജുകൾ നിലവിൽ സർവീസ് നടത്താത്തതും എന്നാൽ ലാഭകരമായി സർവീസ് നടത്തുന്നതുമായ റൂട്ടുകൾ തയ്യാറാക്കുന്നതിനായി PP ചിത്തരഞ്ജൻ MLAയുടെ അധ്യക്ഷതയിൽ ആര്യാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സിലാണ് തീരുമാനമായിട്ടുള്ളത്. മണ്ഡലത്തിലോടുന്ന KSRTC സ്വകാര്യ ബസ് ജീവനക്കാരുടെ ജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്താനും മികച്ച സേവനം ഉറപ്പുവരുത്തുന്നതിനുമായി 3 മാസത്തിൽ ഒരിക്കൽ വിവിധ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കാനായി ചെറിയ റൂട്ടുകളിൽ KSRTCയുടെ AC ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന കാര്യം സദസ്സിന്റെ നിർദ്ദേശമായി സർക്കാരിന് ശുപാർശ നൽകും. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സന്തോഷ് ലാൽ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ AK ദിലു, ആര്യാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ PU അബ്ദുൽ കലാം, വാർഡ് മെമ്പർ അശ്വനി, ബിജുമോൻ, മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം KS ഹരിദാസ്, മനോജ് മോഹൻ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, KSRTC ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ബസ് ഓണേഴ്സ് പ്രതിനിധികൾ തുടങ്ങിയവർ ജനകീയ സദസ്സിൽ സംബന്ധിച്ചു. നമ്മുടെ നാട്ടിൽ പറഞ്ഞ കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ കാഴ്ച അറിയാൻ കഴിയും. ഇതിനെ മാത്രം ആശ്രയിച്ചു പോകുന്ന 10,000-കണക്കിന് വരുന്ന ജനങ്ങളുടെ നാട്ടിൽ ഈ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന KSRTC ഒന്നില്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ അഭയം പ്രാപിക്കാൻ മറ്റു മാർഗമില്ല. പ്രൈവറ്റ് ബസ്സുകൾ, മോട്ടോർ സർവീസ് അത് നടത്തിക്കൊണ്ടു പോകുന്നതിന് എത്ര പ്രയാസപ്പെട്ട. കാരണം ടിക്കറ്റ് ചാർജ് കൂട്ടുന്നതിന് പരിധിയുണ്ടല്ലോ, പ്രത്യേകിച്ച് സാധാരണക്കാരാണ് ഈ ബസ്സുകളെല്ലാം കയറുന്നത്. ആ വ്യവസായത്തിൽ വന്നിരിക്കുന്ന പ്രതിസന്ധി എത്ര കടുത്തതാണ്. EZS ഹെൽമെറ്റ്സ് കോ എന്ന പേരിൽ ആലപ്പുഴ വലിയകുളം ജംഗ്ഷന് സമീപം ഹെൽമറ്റുകളുടെ വിശാലമായ ശേഖരവുമായി സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ നടത്തിയ ചടങ്ങ് മുൻ MP അഡ്വക്കേറ്റ് മാരിഫ് ഉദ്ഘാടനം ചെയ്തു. EZS ഹെൽമെറ്റ്സ് കോ എന്ന പേരിൽ വലിയകുളം ജംഗ്ഷന് സമീപം ഹെൽമറ്റുകളുടെ വിശാലമായ ശേഖരവുമായി സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ നടത്തിയ ചടങ്ങ് മുൻ MP അഡ്വക്കേറ്റ് മാരിഫ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ B നസീർ, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M ഷീജ, സ്ഥാപന ഉടമ നാസിഫ് നാസർ, TM നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. യൂട്യൂബർ ഗോവിന്ദ് മുഖ്യാതിഥിയായിരുന്നു. വേഗ, ആക്സർ, MT, സ്റ്റഡ്സ്, സ്റ്റീൽ ബേർഡ് അടക്കം വിവിധ കമ്പനികളുടെ ഹെൽമറ്റുകളാണ് EZS ഹെൽമെറ്റ്സ് കോയിൽ ഉപഭോക്താക്കൾക്കായി എത്തിച്ചിരിക്കുന്നത്. ഹെൽമറ്റുകൾ കൂടാതെ വാഹനങ്ങൾ, സ്ഥാപനങ്ങൾ, വീടുകൾ മുതൽ ആരോഗ്യ ഇൻഷുറൻസ് അടക്കം വിവിധ ഇൻഷുറൻസ് സേവനങ്ങളും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാകുമെന്നും സ്ഥാപന ഉടമ കൂടിയായ നാസിഫ് നാസർ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു.
വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിലുള്ള പച്ചക്കറി കച്ചവടത്തിന് തുടക്കമായി. റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നീർക്കുന്നം മേഖലാ കമ്മിറ്റിയാണ് കിറ്റിൽ നിറച്ച പച്ചക്കറി കച്ചവടം ആരംഭിച്ചത്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐയുടെ പച്ചക്കറി കച്ചവടത്തിന് തുടക്കമായി. റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നീർക്കുന്നം മേഖലാ കമ്മിറ്റിയാണ് കിറ്റിൽ നിറച്ച പച്ചക്കറി കച്ചവടം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ പച്ചക്കറി കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന്റെ ഭാഗമായി പ്രവർത്തകർ നേരത്തെ ഓർഡർ സ്വീകരിച്ചിരുന്നു. 4.5 ടൺ പച്ചക്കറിയാണ് പ്രവർത്തകർ വീടുകളിൽ എത്തിച്ചു നൽകുക. എച്ച് സലാം MLA ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ രാഹുലിന് പച്ചക്കറി കിറ്റ് കൈമാറി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വയനാട് ജനതയെ സഹായിക്കാൻ വേണ്ടിയുള്ള ഡിവൈഎഫ്ഐയുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ നീർക്കുന്നം മേഖലാ കമ്മിറ്റി പച്ചക്കറി വിൽപ്പനയിലൂടെ പണം സമാഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കേരളത്തിലെമ്പാടും വ്യത്യസ്തമായ ധാരാളം പ്രവർത്തനത്തിലൂടെയാണ്. ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി അജ്മൽ ഹസൻ, ജില്ലാ കമ്മിറ്റി അംഗം പ്രശാന്ത് എസ് കുട്ടി, CPIM നീർക്കുന്നം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D ദിലീഷ്, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഷിജാസ്, സെക്രട്ടറി C രതീഷ്, ജനപ്രതിനിധികളായ പ്രദീപ് T സജിത്, അനിത സതീഷ്, ആശ സൂരജ്, CPIM ഡിവൈഎഫ്ഐ പ്രവർത്തകരായ K ഫെനിൽ, യദു കൃഷ്ണൻ, പ്രജിത് കാരിക്കൽ, S സുമേഷ്, അബ്ദുൽ ഖാദർ, സീതാലക്ഷ്മി, സുദർശനൻ, ശശി, സബിത, സലാം തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. പ്രയുക്തി എന്ന പേരിൽ സംഘടിപ്പിച്ച തൊഴിൽമേളയിൽ 84ഓളം പേർക്ക് വിവിധ സ്ഥാപനങ്ങളിലായി ജോലി ലഭ്യമായി. അമ്പലപ്പുഴ MLA എച്ച് സലാം തൊഴിൽമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. പ്രയുക്തി എന്ന പേരിൽ സംഘടിപ്പിച്ച തൊഴിൽമേളയിൽ 84ഓളം പേർക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ലഭ്യമായി. 514 അഭ്യസ്ത വിദ്യർ പങ്കെടുത്ത മേളയിൽ 198 പേർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. 16ഓളം സ്ഥാപനങ്ങൾ തൊഴിൽദാതാക്കളായി മേളയിൽ പങ്കെടുത്തു. എച്ച് സലാം MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്ടറിലെ ജോലിയേക്കാളും മെച്ചപ്പെട്ടതും അതിനേക്കാൾ വരുമാനം കിട്ടുന്നതുമായ ധാരാളം ജോലി മറ്റ് പ്രൈവറ്റ് സെക്ടർ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ നമുക്കൊരു മെന്റലി ഒരു ഗ്യാരണ്ടി ഫീൽ പലപ്പോഴും അങ്ങനെ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. ഞാനിത് ഈ രണ്ട് കാര്യത്തെ കുറിച്ച് നിങ്ങളോട് പറയുന്നതിന്റെ കാരണം നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള ഒരു സ്പേസ് ഗവൺമെന്റ് സെക്ടറിൽ കുറവായിരിക്കും. ഇപ്പൊ PSC റാങ്ക് ലിസ്റ്റ് ഉള്ളവരൊക്കെ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഉള്ള ഒഴിവിലേക്കാണ് നിയമനം വരിക. ആ ടോട്ടലായി വരുന്ന ഗവൺമെന്റ് സെക്ടറിലെ ഒരു പോസ്റ്റിന്റെ നില നോക്കിയാൽ ഒരു നിശ്ചിതമായ എണ്ണമേ ഉള്ളൂ. അവിടെ നിന്ന് വരുന്ന റിട്ടയർമെന്റ് വേക്കൻസികളെ കൊണ്ട് ഫില്ലിംഗ് മാത്രമാണ് നടക്കുക. ആലപ്പുഴ UIT സെന്ററിൽ സംഘടിപ്പിച്ച മേളയിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ സിമി ഷാഫി ഖാൻ, UIT പ്രിൻസിപ്പൽ ഡോക്ടർ TR അനിൽകുമാർ, UIT പ്ലേസ്മെന്റ് ഓഫീസർ V അഞ്ജു, എംപ്ലോയ്മെന്റ് ഓഫീസർ മഞ്ജു V നായർ, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ PR അമ്പിളി, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ VD വൃന്ദമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ KM മാത്യു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ മുല്ലക്കലിൽ സ്വർണ്ണ വ്യാപാരശാലയിൽ മോഷണം. ഞായറാഴ്ച പുലർച്ചെ 1:30 സ്വർണ്ണാഭരണശാലയുടെ ഓടിളക്കി അകത്തു കടന്നാണ് മോഷ്ടാവ് മോഷണം നടത്തിയത്. 8 കിലോഗ്രാം വെള്ളി ആഭരണങ്ങളും സ്വർണം പൊതിഞ്ഞ 6 ലക്ഷം രൂപയോളം വില വരുന്ന ആഭരണങ്ങളുമാണ് മോഷ്ടാവ് കൊണ്ടുപോയത്. ആലപ്പുഴ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ മണ്ഡലം ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ലാഭകരമായി സർവീസ് നടത്താവുന്ന റൂട്ടുകളിൽ ബസ് സർവീസ് ആരംഭിക്കുമെന്നും ജനകീയ സദസ്സിൽ തീരുമാനം. PP ചിത്തരഞ്ജൻ MLA ജനകീയ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ZS ഹെൽമെറ്റ്സ് കോ എന്ന പേരിൽ ആലപ്പുഴ വലികുളം ജംഗ്ഷന് സമീപം ഹെൽമെറ്റുകളുടെ വിശാലമായ ശേഖരവുമായി സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ നടത്തിയ ചടങ്ങ് മുൻ MP അഡ്വക്കേറ്റ് A മാരിഫ് ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിലുള്ള പച്ചക്കറി കച്ചവടത്തിന് തുടക്കമായി. റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നീർക്കുന്നം മേഖലാ കമ്മിറ്റിയാണ് കിറ്റിൽ നിറച്ച പച്ചക്കറി കച്ചവടം ആരംഭിച്ചത്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. പ്രയുക്തി എന്ന പേരിൽ സംഘടിപ്പിച്ച തൊഴിൽമേളയിൽ 84ഓളം പേർക്ക് വിവിധ സ്ഥാപനങ്ങളിലായി ജോലി ലഭ്യമായി. അമ്പലപ്പുഴ MLA എച്ച് സലാം തൊഴിൽമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.